ഗായ്സ് ആണ് ചെറിയ പെരുന്നാൾ കേട്ടോ. ചെറിയ പെരുന്നാൾക്ക് നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ പള്ളിയൊക്കെ ഫുള്ളായിരുന്നു. നമ്മളാണെങ്കിൽ പുറത്താണ് ഇരുന്നത്, നമുക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഇതിന് ഉസ്താദ് കുത്തുബൊക്കെ തുടങ്ങിയിട്ടുണ്ടോ. കുത്തുബ കഴിഞ്ഞേക്ക് നിസ്കാരം കഴിഞ്ഞേക്ക് ബംഗാളികളൊക്കെ നീച്ചു പോയിട്ടോ. ഉസ്താദിന്റെ പ്രസംഗം അറിയേറ്റേക്കാരം. അങ്ങനെ ഉസ്താദിന്റെ പ്രസംഗം മുക്കറിയൊക്കെ നമ്മുടെ യാത്രയൊക്കെ പറഞ്ഞു പോലെ ഈ പെരുന്നാളോട് കൂടി നമ്മളെ മഹലിൽ നിന്ന് പോകട്ടോ, ഒരു വേറെ സ്ഥലത്തേക്ക് പോവുകയാണേ. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇറങ്ങി വരൽ തുടങ്ങി. അപ്പോൾ നമ്മളെ ശ്രദ്ധയിൽ പെട്ടത് ചെരുപ്പ് പുറത്തയച്ചൊക്കെ പറഞ്ഞോട്ട് തന്നെ ആരോ പുതിയ ഷൂ അല്ലേ, പെരുന്നാളൊക്കെ ആയതുകൊണ്ടേക്കാരം. അത് ആരാന്ന് കണ്ടെത്തണം കരുതിയാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാപ്പൊക്കെ ഇറങ്ങി പോകണുണ്ടല്ലോ ഞങ്ങള്. അങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നു. ഓരോരുത്തർ പുതിയ കുപ്പായൊക്കെ അല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ, സലാം പറയണേ, എട്ടിപ്പിടിക്കണ, അങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാൻ നിങ്ങൾ ചെക്കന്മാരൊക്കെ ഇറങ്ങി വരുന്നത്. ഹുസ്നി അതിൻ്റെ അടിയിൽ ഇങ്ങോട്ട് വീഡിയോ പൊട്ടിയിൽ പറഞ്ഞാൽ പിന്നെ ഉള്ളിൽ പോയി വന്ന ആളാണ്. അത് വേറെ കാര്യം. അങ്ങനെ ഓരോരുത്തർക്ക് വരുന്ന സമുദാക്ക് വരുന്ന അക്കിമാശ് വരുന്ന അങ്ങനെ ഓരോരുത്തർ ഹുസ്നി ഉണ്ടാവും പിന്നെയും വന്നിക്കണ്. ഏതായാലും മുബസിറും മുമ്പിലൊക്കെ ഇറങ്ങിയാണ്ട് അങ്ങനെ വരും കേട്ടോ. നമ്മളെ മാലത്ത് ഒരു ആൾക്കാരൊക്കെ നമ്മൾ പള്ളിക്കണ്ടേനെ നമ്മള് എപ്പോഴും കാണാത്ത ആൾക്കാരൊക്കെ വരലും. പെരുന്നാളാകുമ്പോൾ എല്ലാവരും കൂടുതലും, അത് വേറെ രസം. പല ആളുകളും ജോലി സ്ഥലത്തിലൊക്കെ ആയതുകൊണ്ടേ വെള്ളിയാഴ്ചയൊന്നും കൂടാത്ത ആൾക്കാരൊക്കെ പള്ളിക്ക് എന്താവും ഈദിന് വരുമല്ലോ. അപ്പോൾ ഓലൊക്കെ കണ്ട് നമ്മൾ സലാമൊക്കെ പറഞ്ഞ് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാൻ നോക്കാൻ നിങ്ങള്. നമ്മളെ കാക്കന്മാരും ചെക്കന്മാരും എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരും തന്നെയാ. അതിലാണ് കണ്ടോ കുറെ പറത്തിട്ട് കുറത്തിട്ട ആൾക്കാർ വരുന്നേ. അതിലാണ് ചോദിച്ചത് ഉസ്താദങ്ങൾ ഓരോരുത്തർ നിർത്താം, ഉസ്താദിന്റെ കളർ വായനേനെ. അങ്ങനെ ഓരോരുത്തർ ഇറങ്ങി വരുന്നു, ഓരോരുത്തർ സലാം പറയുന്നു. അങ്ങനെ നാണി കണ്ടില്ലേ, നാണി ഗൾഫിൽ നിന്ന് വന്നാണ് ഈ പെരുന്നാൾ കൂടാനായിട്ടേ. എന്താ ചെയ്യാ. ഏതായാലും നമ്മളെ മറ്റേ ചെക്കനെ ആരാണ് ഷൂ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. പക്ഷെ ഓൻ വരുന്നില്ല. കുറെ നേരം കാത്തു നിന്നിട്ടോ. അവസാനമായിട്ട് അവനെ കിട്ടൂല അറിയാൻ വേണ്ടിട്ട് എല്ലാവരും ആകാംക്ഷയില്ല. ഇവിടെ കണ്ടില്ല, എല്ലാവരും ആരാ അറിയണല്ലോ ഇപ്പൊ അത് ആ ഷൂ വെച്ചത് ആരാന്നുള്ളത്. അപ്പോഴാണ് അവൻ വന്നത്. കണ്ടോ, ഓനെ കിട്ടി. നോക്കാൻ നിങ്ങള് നമ്മളെ വാപ്പുട്ടേനാണ്. ഓനാണ് ഷൂ അയിമക്ക് കയറ്റി വെച്ചിക്കണ്, ഓന്റെ പർദ്ദട്ടോണ്ടേ. അങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന്. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മള് പള്ളിക്കുന്ന ഇറങ്ങിട്ടോ. അപ്പൊ യാസിമാവ് കണ്ടില്ല നിങ്ങള്, ഓനെ ചടപ്പിച്ചും ചെയ്തിന്റെ ഫുൾ കൈ രസം പറഞ്ഞാണ്ട്. അപ്പൊ നമ്മള് പള്ളിക്ക് ഇറങ്ങി. അപ്പൊ അവിടെ ഹഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. സെല് പെരുന്നാക്ക് വന്നാണേ. അപ്പൊ അങ്ങനെ സൽമാനും വർത്താനം പറഞ്ഞിരിക്കാനും. അങ്ങനെ കാക്കു വന്നിട്ടോ. കാക്കു വന്നിട്ടല്ല എത്ര കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാൻ പോട്ടെ, ഗ്രൂപ്പ് ഫോട്ടോ എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തും കൊടുത്തും ചെയ്ത്. അങ്ങനെ ഓരോരുത്തർ നമ്മളെ കാക്കന്മാരൊക്കെ വന്ന് ഇറങ്ങി. അതിലാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്. ചെക്കന്മാരുടെ നബിദിനത്തിന് റാലിക്ക് പോണവർ അങ്ങനെ പോണു. അപ്പോൾ എന്താ സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നോക്കാൻ നിങ്ങൾ കണ്ടോളിട്ടോ. ഓല് ഇവിടെ പോയിട്ട് വരിവരിയായി നിന്നാണ്ട് ഫോട്ടോ എടുക്കാൻ എന്തോ നോക്കിയില്ല. പുറത്ത് പോയി കൂടിട്ടോ. ചെക്കന്മാർ എത്ര കണ്ട് ചെക്കന്മാരറിയും. അപ്പൊ അതിൽ കൂടി നമ്മൾ ഫോട്ടോ എടുത്തു. അതിലാണ് അമ്പി വരുന്നത്. അമ്പി കൂടി അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടുന്ന് എല്ലാം പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ തറവാട്ടിക്ക് പോകണല്ലോ, വല്യപ്പനും വല്യമ്മനും കാണാം. അപ്പൊ അങ്ങനെ പോയി ഖബർസ്ഥാൻ